കട്ടപ്പനയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നു. ബാങ്കിന്റെ മുന്നിൽ കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും വ്യാപാരികളുടെയും പ്രതിഷേധം. ബി.ജെ.പിയുടെയും കോൺഗ്രസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കട്ടപ്പനയിൽ ഹർത്താലിന് ആഹ്വാനം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുന്നു. കട്ടപ്പന മുളങ്ങാശ്ശേരിയിൽ സാബു ആണ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന് മുമ്പിൽ ആത്മഹത്യ ചെയ്തത്. നിക്ഷേപത്തുക തിരികെ ആവശ്യപ്പെട്ട് സാബു ഇന്നലെ ബാങ്കിൽ എത്തിയിരുന്നു. പണം ലഭിക്കാത്തതിന്റെ മനോവിഷമത്തിലാണ് ജീവനൊടുക്കിയത് എന്നാണ് ഉയരുന്ന ആരോപണം. ഇപ്പോൾ സംഭവസ്ഥലത്ത് നിന്നും നിജിൽ കെ മാത്യു ചേരുന്നുണ്ട്. നിജിൽ, വ്യാപാരിയുടെ ആത്മഹത്യാ പ്രതിഷേധം പുകയുന്നു. ഇപ്പോൾ പീരുമേട് DVSPയുമായി നടന്ന ചർച്ചയും സമവായത്തിൽ എത്തിയിരിക്കുന്നതായി അറിയുന്നു. എന്താണ് ഇപ്പോൾ നിലവിൽ അവിടെ നടക്കുന്നത്? വിശദാംശങ്ങൾ. ഷിബിൻ, ചെറിയൊരു തിരുത്തുണ്ട്. പീരുമേട് DVSP സ്ഥലത്തെത്തി ചർച്ച നടത്തിയെങ്കിലും അത് സമവായത്തിൽ എത്തിയിട്ടില്ല. അതോടെ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങി. വീണ്ടും റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യമാണ്. സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹമാണുള്ളത്. ഇപ്പോൾ സമരക്കാർ ഉന്നയിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഒരാളെയെങ്കിലും ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്യാതെ അവർ പിന്നോട്ടില്ല എന്നാണ് പറയുന്നത്. അത് മൃതദേഹം ഇവിടുന്ന് കൊണ്ടുപോകാൻ അവർ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇടുക്കിന്നും കൂടുതൽ പോലീസ് എത്തിയിട്ടുണ്ട്. എപ്പോഴും ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം BJP, അതുപോലെ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, അതുപോലെ കട്ടപ്പന വ്യാപാരി വ്യവസായ ഏകോപന സമിതി, ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ ബാങ്കിന്റെ, അതായത് ഈ ബാങ്കിന് മുന്നിൽ സ്ഥാപിച്ച ബോർഡുകളെല്ലാം ഇപ്പോൾ അവർ നശിപ്പിച്ച് വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങിയിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ട് ശാന്തമാക്കുന്നുണ്ടായത്. എന്തായാലും ഈ വ്യാപാരിയുടെ, അതുപോലെ തന്നെ ഇന്ന് കട്ടപ്പനയില് ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഹർത്താൽ ആചരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സംയുക്തമായാണ് ഹർത്താൽ ആചരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്കാണ് പോകുന്നത്. ADM അതുപോലെ മറ്റ് ഉന്നത ആളുകൾ ഇവിടെ എത്തി ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്ന വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഷിബിൻ, അടക്കം പൂർത്തീകരിച്ചു കഴിഞ്ഞോ? ഷിബിൻ, വ്യക്തമല്ല ഒന്നും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായോ? ഷിബിൻ, ഇൻക്വസ്റ്റ് നടപടികൾ എല്ലാം പൂർത്തിയായി. ഇനി മൃതദേഹം ഇവിടുന്ന് കൊണ്ടുപോകേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ വിഷയത്തിൽ പ്രതിഷേധക്കാരുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനം ഉണ്ടായാൽ മാത്രമേ മൃതദേഹം കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഷിബിൻ, കട്ടപ്പനയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം അലയടിക്കുകയാണ്. ബാങ്കിന് മുമ്പിൽ കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും വ്യാപാരികളുടെയും ശക്തമായ പ്രതിഷേധം. കട്ടപ്പനയിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കോൺഗ്രസും ബി.ജെ.പിയും ഉൾപ്പെടെയുള്ള സംഘടനകൾ. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധവും പുരോഗമിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ബോഡി പോകാനുള്ള ഈ ബോഡി ഇൻക്വസ്റ്റ് ചെയ്തിട്ട് വിടുന്നത് കട്ടപ്പന CA എന്നുള്ളതിൽ എന്റെ കടമയാണ്, എന്റെ ഡ്യൂട്ടിയാണ്. ആർഡിയോടെ അല്ല, ആർഡിയോ മരണത്തിലാക്കാണ് ഇൻക്വസ്റ്റ് ചെയ്യുന്നത്. ഇന്നലെയാണ് ബാങ്ക് എനിക്ക് കുഴപ്പമില്ല. ASP ശബരിമല ഡ്യൂട്ടിയിലാണ്. വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ പീരുമേട് DVSPക്കാണ് ചാർജ്. സാറിനെ വേണം ഇവിടെ വിളിച്ചു വരുന്നത്. എന്റെ പേര് ജോസനല്ല, വേറെ ആളെ വിളിച്ചു വരുത്താൻ എനിക്കെന്ത് ദാരുണമായ സംഭവമാണ് നടത്തിയിരിക്കുന്നത്. പാവപ്പെട്ട കർഷകരായ ആളുകൾ, വ്യാപാരികളായ ആളുകൾ കട്ടപ്പന സർവീസ് ബാങ്ക് ഉൾപ്പെടെയുള്ള സഹകരണ മേഖലകളിൽ ഇത്തരത്തിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇതുവരെ ഈ കട്ടപ്പന ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ആളുകൾക്കൊരു വലിയ വിശ്വാസമാണ്. എന്നാൽ കരിവെണ്ണൂരിനകത്ത് സംഭവിച്ചപ്പോൾ നമുക്ക് ഇത്രയുള്ള അപകടം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കോൺഗ്രസിന് കയ്യിലിരുന്ന ഈ ഒരു ഭരണ സംവിധാനത്തെ അവരുടെ ഭരണ സ്വാധീനം കൊണ്ട് ഈ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട്
CPM-ന്റെ ഏരിയ കമ്മിറ്റി നേതൃത്വം നൽകിക്കൊണ്ട് ഈ ഭരണം കയ്യാളികളെ ഉണ്ടായത്. കയ്യാളിയതിനു ശേഷം ഈ നാട്ടിലുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയും ഈ സാമ്പത്തികം മുഴുവനുമായി തന്നെ CPM നേതാക്കന്മാർ ഇവിടുന്ന് ഏരിയ കമ്മിറ്റി ഓഫീസ് വഴി അടിച്ചുകൊണ്ടുപോകുന്ന ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ട സാവുചേട്ടൻ പള്ളിക്കവരയിൽ കള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചികിത്സാർത്ഥം സാമ്പത്തികം ആവശ്യപ്പെട്ടപ്പോൾ ഈ ഏരിയ കമ്മിറ്റി നിർദ്ദേശപ്രകാരം ഇവിടെയുള്ള മാനദീപിന്റെ സംവിധാനങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തുകയാണുണ്ടായത്. അതിൽ മറന്നുകൊണ്ടാണ് അവിടെ തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം ഈ സഹകരണ ബാങ്കിലെ CPM വിഴുങ്ങി. ഇനി CPM-ന്റെ കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ ഭരണം നടക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി, കോടിക്കണക്കിന് രൂപ കട്ടപ്പനയിലെ വ്യാപാരികൾക്കും നിക്ഷേപകർക്കും കൊടുക്കാനുണ്ട്. ഓരോ തവണ ചെല്ലുമ്പോൾ അവധി പറയാണ്. ചില ഘട്ടത്തിൽ അവധി കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തും. ഈ രൂപത്തിൽ പലതരത്തിൽ സമ്മർദ്ദം ചെലുത്തി മൂടി വെക്കാനുള്ള ശ്രമിച്ചു. ഇതേ തുടർന്ന് ഭാരതീയ ജനതാ പാർട്ടി വിവരാവകാശ നിയമപ്രകാരം ഒരു കത്ത് JR-ന് കൊടുത്തു. ഈ ബാങ്കിന്റെ സ്ഥിതി എന്താണ് എന്ന് ചോദിച്ച്. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് മാത്രമല്ല, പുതിയ ആളുകളെ നിയമിക്കുന്ന ഞങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ 2 ആളുകളെ പുതിയതായിട്ട് ഇവിടെ ഈ പ്രതിസന്ധിക്കിടയിലും നിയമിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ധാരാളം ആളുകളെ നിയമിച്ച് ഇവിടുത്തെ നിക്ഷേപകരുടെ പണം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ടപ്പനയിലെ വ്യാപാരിയുടെ ആത്മഹത്യ സമസ്ത കോണുകളിൽ നിന്നും പ്രതിഷേധം പുകയുന്നു. BJP-യുടെയും കോൺഗ്രസിന്റെയും വ്യാപാരി വ്യവസായികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുന്നു. കുറ്റക്കാരായവരെ അറസ്റ്റ് ചെയ്യാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. അതേസമയം കട്ടപ്പനയിലെ വ്യാപാരിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട സാബുവിൻ്റെ ബന്ധുക്കളുടെ ആദ്യ പ്രതികരണം പുറത്തുവരുന്നു. ആത്മഹത്യയ്ക്ക് കാരണം റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് മരിച്ച സാബുവിൻ്റെ ഭാര്യ സഹോദരൻ സണ്ണി പറയുന്നു. നിക്ഷേപിച്ച 25 ലക്ഷത്തോളം രൂപ മടക്കി നൽകാൻ ബാങ്ക് അധികൃതർ തയ്യാറായില്ലെന്നും അദ്ദേഹത്തിൻ്റെ ആരോപണം. അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ഒരു സ്ഥലം വാങ്ങിച്ചപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് പൈസ തിരിച്ചവർ കൊടുത്തായിരുന്നു. ബാക്കി 25 ലാഖോളം ഡിപ്പോസിറ്റ് ഉള്ളതായിട്ട് അറിവ്. അത് പലിശ പോലും മാസം തോറും കൊടുക്കുന്നില്ലെന്നുള്ള ബംഗൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൈസ പ്രാവശ്യം തിരിച്ചു ചോദിച്ചിട്ട് ഭയങ്കരമായിട്ടൊന്നും പ്രശ്നങ്ങളിലായിരുന്നു. പൈസ ഡിപ്പോസിറ്റ് പൈസ തിരിച്ചു കൊടുക്കുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് ബംഗൾ അഡ്മിറ്റായിരുന്നു. കഴിഞ്ഞ ആഴ്ച അവിടെ തൊടുപുഴ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. യൂട്രസ് റിമൂവലോട്ട് വന്നപ്പോൾ അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 ലക്ഷം രൂപ ആവശ്യമായിരുന്നു പുള്ളിക്ക്. അപ്പോൾ പുള്ളി ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. പക്ഷേ പുള്ളി ഇന്നലെ ബാങ്കിൽ വന്ന് പൈസ വെച്ചപ്പോൾ ഒരു ബാങ്കർ പൈസ കൊടുത്തില്ല. പൈസ കൊടുക്കാതെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് വാക്കുതർക്കം ഉണ്ടായതായിട്ടാണ് അറിവ്. വാക്കുതർക്കം എന്തെന്നുള്ള ഉണ്ടായതായിട്ടൊക്കെയാണ് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് പുള്ളി ഭയങ്കര നിരാശനായിട്ടാണ് വീട്ടിൽ വന്നത്. അപ്പോൾ മകനുമായിട്ട് ഞാൻ രാവിലെ സംസാരിച്ചു. കൊച്ചു 18 വയസ്സുള്ളതാണ്. അപ്പോൾ +2 പഠിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ പപ്പ ഭയങ്കര വിഷമത്തിലാണ് വന്നത്. ബാങ്കുകാർ പുള്ളിയെ വിളിച്ച് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് മകൻ എന്നോട് പറഞ്ഞ മൊഴി. രാത്രിയിൽ നീ ബാങ്കിൽ വന്ന് പ്രശ്നമുണ്ട്, നിനക്കെതിരെ കേസ് കൊടുക്കും. അങ്ങനെ ഒരു മാനസിക വിഷമത്തിലാണ് പുള്ളി ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ് അറിയാൻ കഴിയും. രാവിലെ മകൻ പുള്ളി ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്ന ആളായിരുന്നു. രാവിലെ പുള്ളിയുടെ ഡ്രസ്സ് പുള്ളി അവിടെ കഴിച്ചിട്ടുണ്ട്. ലുങ്കി എടുത്താൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നുള്ള മകന് മനസ്സിലായി. മകനിങ്ങനെ ബാങ്കുമായിട്ട് പലയിടത്തും പോയി നോക്കി കണ്ടില്ലാത്തപ്പോൾ പുള്ളിക്ക് സംശയം തോന്നി. ബാങ്കിലങ്ങനെ വന്ന് നോക്കിയതാണ്. അപ്പോൾ അടുത്തുള്ള റൂമിലെ ആളുകൂടെ കൂടിയാണ് ബോഡി അടിച്ച് താഴെ